ഏകദേശം 22-23 വർഷമായിട്ട് പൂക്കളുള്ള ഒരു നീല ഷർട്ട് വിട്ട് ഇയാൾ ഓടി നടക്കുന്ന ഈ ഒരു നഗരം, അതായത് GTA വൈസ് സിറ്റിയുടെ ഒരു നഗരം, അതൊരു സാങ്കല്പിക നഗരമൊന്നുമല്ല. 1980 കാലഘട്ടങ്ങളിലെ മിയാഗി നഗരത്തിൻ്റെ പകർപ്പാണിത്. GTA വൈസ് സിറ്റിയുടെ ആദ്യ പകർപ്പായ, അല്ലെങ്കിൽ GTAയുടെ ആദ്യത്തെ ഗെയിമായ GTA 3 2001 റിലീസ് ചെയ്യുന്നു. അതിനുശേഷമാണ് GTA വൈസ് സിറ്റിയെക്കുറിച്ച് റോക്ക്സ്റ്റാർ ഗെയിംസ് ചിന്തിച്ചു തുടങ്ങുന്നത്. അങ്ങനെയാണ് 2002-2003 കാലഘട്ടങ്ങളിൽ GTA വൈസ് സിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിന് റോക്ക്സ്റ്റാർ ഗെയിംസ് രൂപകൽപ്പന ചെയ്യുന്നത്. 1983 പുറത്തിറങ്ങിയ ചില സിനിമകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതിലെ മെയിൻ ക്യാരക്ടറായ ടോമിക്ക് GTA രൂപകൽപ്പന ചെയ്യുന്നത്. 80 കാലഘട്ടങ്ങളിലെ പല പോപ്പ് സംഗീതങ്ങളും, എന്തിനു പറയുന്നു, മൈക്കിൾ ജാക്സന്റെ ചില പാട്ടുകൾ പോലും ഈ ഗെയിമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ സംഗീതമൊക്കെ ഈ ഗെയിമിൻ്റെ ആത്മാവായി മാറി. അതുപോലെ തന്നെ GTA വൈസ് സിറ്റി വെറും ഒരു ഗെയിമല്ല, ഒരു ടൈം മെഷീനാണ്. കാരണം 2026 കാലഘട്ടങ്ങളിലും 1983 കാലഘട്ടങ്ങളിലെ മിയാമി നഗരത്തിലൂടെ നമുക്ക് കാർ ഓടിക്കാം, ബൈക്ക് ഓടിക്കാം, എന്തിന്, പോലീസിനെ അറ്റാക്ക് കയറി ചെയ്യാം. ശരിക്കും 80s 90s കിഡ്സിനൊന്നും ഒരിക്കലും വൈസ് സിറ്റി എന്ന് പറഞ്ഞാൽ വെറും ഒരു ഗെയിം മാത്രമല്ല. അവർ സ്കൂളിൽ നിന്ന് വിട്ടു വരുമ്പോൾ ട്യൂഷന് പോകാൻ മടിച്ച് സ്വന്തം കമ്പ്യൂട്ടറിലോ കൂട്ടുകാരൻ്റെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ കഫേയിലോ ഒക്കെ പോയിരുന്ന് ബിൽഡ് ചെയ്തെടുത്ത ഒരു സാമ്രാജ്യമായിരുന്നു വൈസ് സിറ്റി. ഇന്ന് നമ്മളുടെ എല്ലാം കൈകളിൽ കരുത്തുറ്റ കമ്പ്യൂട്ടറുണ്ട്, പല രീതിയിലുള്ള ഗെയിമുകളുണ്ട്. എന്നിരിക്കലും GTA വൈസ് സിറ്റിക്ക് നമ്മളിൽ പലരുടെ ഉള്ളിൽ ഒരു പ്രത്യേക സാധനമുണ്ട്. അതിന് കാരണം നാം ഓരോരുത്തരും ഗെയിം കളിച്ചു തുടങ്ങിയത് GTA വൈസ് സിറ്റിയിൽ നിന്നാണ്. ടോമിക്ക് വേണ്ടി നാം ചിലവഴിച്ച മണിക്കൂറുകൾ വെറുതെ ആയില്ല. അവയെല്ലാം തന്നെ നമ്മുടെ കുട്ടിക്കാലത്തെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ്.